ജനിച്ചത് പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ ആളുകൾക്കൊരു ഉൾവലിവാണ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. കാരണം അവൾ ജനിച്ചത് മുതൽ അവളെ വിവാഹം കഴിപ്പിച്ച് ഒരുപക്ഷെ അതിന് ശേഷവും അവളുടെ മാതാപിതാക്കൾ അനുഭവിക്കേണ്ട ഒരുപാട് സ്ട്രെസ്സുകളാണ്. അതുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഏതെങ്കിലും ഒരാൾക്ക് 3 പെൺകുട്ടികൾ ജനിക്കുകയും അവളെ നല്ലതുപോലെ പഠിപ്പിച്ച് നല്ലതുപോലെ ഒരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ അവർ സ്വർഗത്തിലാണ്. പിന്നെ അതിലേറെ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു സഹാബി ഇങ്ങനെ എണീറ്റ് ചോദിക്കുന്നുണ്ട്, റസൂൽ അപ്പോൾ 2 പെൺമക്കളാണെങ്കിലും? അപ്പോൾ റസൂൽ പറയുന്നുണ്ട്, 2 ആണെങ്കിലും ശരി 1 ആണെങ്കിലും ശരി, നിങ്ങൾക്ക് കിട്ടിയ വരദാനത്തിൽ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതനുസരിച്ചാണ് നിങ്ങളുടെ സ്വർഗം. മാത്രമല്ല, ഇൻ കേസ് നമ്മൾ നരകത്തിലാണെങ്കിൽ ആ നരകത്തിൽ നിന്ന് നമ്മളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ നമ്മുടെ രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കളാണ്. കാരണം അല്ലാഹു റസൂൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ഒരാൾ നരകത്തിലേക്ക് പോവുകയാണെങ്കിൽ സ്വർഗത്തിലുള്ള അവൻ്റെ മകൾ ഓടി വന്നിട്ട് അവൻ്റെ വസ്ത്രത്തിൽ പിടിച്ച് വലിക്കുമെന്നാണ്. എന്നിട്ട് വാശിയോടെ കരഞ്ഞ് അവളുടെ പടച്ചവനോട് പറയും, പടച്ചവനെ, എൻ്റെ വാപ്പയില്ലാതെ ഞാൻ സ്വർഗത്തിലേക്ക് പോകൂലാണ്. എന്നിട്ട് അവള് കാരണം അവനെയും അല്ലാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അല്ലാഹു റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഇത്രയും മക്കളുണ്ടായിട്ടും പ്രിയപ്പെട്ട റസൂലിന് ഏറ്റവും ഇഷ്ടം ഫാത്തിമ ബീവിയോടായിരുന്നു. ഫാത്തിമ ബീവി എവിടേക്കെങ്കിലും കടന്നു വന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ എഴുന്നേറ്റ് നെറ്റിയിൽ ചുംബനം കൊടുത്ത് റസൂൽ ഇരുന്നെടുത്ത് ഫാത്തിമ ബീവിയെ ഇരുത്തിയിട്ടായിരുന്നു അല്ലാഹുവിൻ്റെ റസൂൽ ഇരുന്നത്. അതുകൊണ്ട് നമ്മളെ ഏറ്റവും കൂടുതലും സ്നേഹിക്കേണ്ടത് നമ്മുടെ പെൺമക്കളെയാണ്. കാരണം ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മളെ നോക്കാനും നമ്മളെ സംരക്ഷിക്കാനും ഏറ്റവും മുന്നിലുണ്ടാവുക നമ്മുടെ പെൺമക്കളാണ്.